നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഒരു ഫോണിൽ 4 വാട്സപ്പ് ആപ്പ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് നേരത്തെ നമ്മൾ ഒരു ഫോണിൽ 4 വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു, ഒരു നമ്പറിൽ 4 വാട്സപ്പ്. എന്നാൽ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 4 വാട്സപ്പ് ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മുടെ ഫോണിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. അതായത് 4 നമ്പറുണ്ട് ഒരാൾക്ക്, ഈ 4 നമ്പറിലും വാട്സപ്പ് വേണമെങ്കിൽ 4 വാട്സപ്പ് നമ്മുടെ ഫോണിൽ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒഫീഷ്യൽ വാട്സപ്പ് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നാമത് നമ്മൾ പരിശോധിക്കുന്നത്, ഇപ്പോൾ ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. നമ്മൾ ഈ വാട്സപ്പ് ഇതാ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാട്സപ്പാണ്, നോർമൽ വാട്സപ്പ് നമ്മൾ ഉപയോഗിച്ചു. ഇത് നമുക്കൊരു വാട്സപ്പായിട്ട് കിട്ടും. രണ്ടാമത്തെ വാട്സപ്പ് ബിസിനസ്, അത് നമുക്ക് രണ്ടാമത്തെ വാട്സപ്പായിട്ട് കിട്ടും. വാട്സപ്പ് ഞാൻ അതും കൂടെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ 2 വാട്സപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകും. ഇനി എങ്ങനെയാണ് നമുക്ക് മൂന്നാമത്തെയും 4മത്തെയും വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം ഈ 2 വാട്സപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് ഡ്യുവൽ ആപ്പ് എന്നൊരു സൗകര്യമുണ്ട്. ഈ ഡ്യുവൽ ആപ്പ് സൗകര്യം ചില ഫോണിൽ ക്ലോൺ ആപ്പ് എന്നാണ് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആപ്പ് എന്ന് കാണാൻ സാധിക്കും. ഓരോ ഫോണിനും വ്യത്യസ്ത ടെക്സ്റ്റിലാണ് കാണാൻ സാധിക്കുക. ഇവിടെ എൻ്റെ മൊബൈൽ ഫോണിൽ ഡ്യുവൽ ആപ്പ് എന്നാണ് ഉണ്ടാകുക. ഞാൻ ഡ്യുവൽ എന്ന് ടൈപ്പ് ചെയ്തു. ജസ്റ്റ് ഡ്യുവൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഡ്യുവൽ ആപ്സ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കുക, എല്ലാ ആപ്പിൻ്റെയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നോർമൽ വാട്സപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി അതിൻ്റെ ഒരു കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് ഡ്യുവൽ ആപ്പ് നമുക്ക് ഈ ഡ്യുവൽ ആപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. മൂന്നാമത്തെ ഒരു വാട്സപ്പ് ഇവിടെ ക്രിയേറ്റ് ആകും. ഇവിടെ മൂന്നാമത്തെ വാട്സപ്പ് ക്രിയേറ്റ് ആയി. ഞാൻ ആ 3 വാട്സപ്പ് ഇവിടെ സ്ക്രീനിലോട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഞാനതാ നമ്മൾ നോർമൽ വാട്സപ്പാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വാട്സപ്പ് നോർമൽ വാട്സപ്പിൻ്റെ ഡ്യുവൽ ആപ്പ് സാധിക്കും. അപ്പം നോർമൽ വാട്സപ്പിൻ്റെ ഡ്യുവൽ വാട്സപ്പും ഇത് ഫോണിൽ തന്നെയുള്ള സൗകര്യമാണ്. നമുക്ക് തേർഡ് പാർട്ടി ആപ്പൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ഫോണിൽ തന്നെ ഡ്യുവൽ ആപ്പോ ക്ലോൺ ആപ്പോ ഒക്കെ സൗകര്യം ഉണ്ടാവും, അത് ഉപയോഗിച്ചാൽ മതി. അടുത്തായിട്ട് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത വാട്സപ്പ് ബിസിനസ് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ വാട്സപ്പ് ബിസിനസ്സും ഇവിടെ കൊണ്ടുവന്നിട്ടു. ഇനി വാട്സപ്പ് ബിസിനസ്സിൻ്റെ ഡ്യുവൽ ആപ്പ് നമ്മൾ നേരത്തെ സെറ്റിങ്സിൽ ഡ്യുവൽ ആപ്പ് ചെയ്തതുപോലെ നിങ്ങൾക്കിവിടെ ഡ്യുവൽ ആപ്പ് സൗകര്യം വാട്സപ്പ് ബിസിനസ്സിലും ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ വാട്സപ്പ് ബിസിനസ് ഡ്യുവൽ ആപ്പ് എനേബിൾ ചെയ്തു. ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഡ്യുവൽ ആപ്പ് സൗകര്യം എത്തും. ഇനി അത് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 വാട്സപ്പ് വാട്സപ്പ് ബിസിനസ്സിൻ്റെ ഡ്യുവൽ ആപ്പ് സൗകര്യം നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ കാണാൻ സാധിക്കും നിലവിൽ നമുക്ക് 4 വാട്സപ്പ് ഉപയോഗിക്കാം. അതായത് 4 നമ്പറിൽ 4 വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഒന്ന് നോർമൽ വാട്സപ്പിൻ്റെ ക്ലോൺ അല്ലെങ്കിൽ ഡ്യുവൽ വാട്സപ്പ് ബിസിനസ്സിൻ്റെ ഡ്യുവൽ വാട്സപ്പ് ബിസിനസ്. ഇങ്ങനെ ഒരാൾക്ക് 4 വാട്സപ്പ് 4 നമ്പറിൽ കൊണ്ടുവരാൻ സാധിക്കും ഒരു ഫോൺ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ആപ്പ് എന്ത് ചെയ്യുക, ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആപ്പ് ഇൻഫോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഭാഗത്ത് അൺഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ ആപ്പ് പോകും. അതിന് നോർമൽ വാട്സപ്പ് അവിടെ ഉണ്ടാകും, അതിന് ഡ്യുവൽ ആപ്പാണ് ഇഷ്ടപ്പെടുക. അതുപോലെ തന്നെ ഈ വാട്സപ്പ് ബിസിനസ്സിൻ്റെയും ഇത് വേണമെങ്കിൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ ആപ്പിൽ പോയിട്ട് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഈ ഒരു ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.